ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ യാദൃശ്യമായിട്ട് കൃഷ്ണകുമാർ സാറിനെ പരിചയപ്പെടാനും സാറിൻ്റെ ഇനിഷ്യൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ട്രേഡിംഗ് എത്രമാത്രം ഈസിയാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെക്കാളും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ ട്രേഡിങ്ങിൽ കൂടെ പോസിബിളാണ് എന്നുള്ളൊരു രീതിയിലോട്ട് എത്താൻ പറ്റുകയും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സുകളിൽ കൂടെയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. സാറിനെ പോലൊരു ടീച്ചറെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോൾ ദുബായിൽ ഞങ്ങളുടെ 4ാമത്തെ സെഷനാണ് ഇവിടെ. സാറ് ഒരു ഡെഡിക്കേഷനോടുകൂടി ഇവിടെ വരികയാണ്. അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു, അതിൽ കൂടുതൽ സാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഒരു സർവീസായിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മുഴുവൻ എടുത്തത്. സാർ പറയുന്ന പോലെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിച്ചാൽ, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് അച്ചീവ് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ വെൽത്തും കൂടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പം ഒരു ട്രേഡിംഗ് ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ആകെ ഒരാൾ സാറിന് മാത്രമായിട്ട് കാണുന്നുള്ളൂ. വളരെ ട്രസ്റ്റ് വർത്തിയാണ് സാറ്. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റായിട്ടും അതുപോലെ തന്നെ ടീച്ചബിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കുക, ട്രേഡിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമുക്ക് എങ്ങനെയും പറഞ്ഞു തരിക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു മെയിൻ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ് എനിക്ക് തോന്നുന്നു. റിസൾട്ട് സീസണിലെ ആദ്യത്തെ വീഡിയോ ആണ്. ശ്രദ്ധിക്കട്ടെ, ഇത്തവണ നമ്മുടെ സീസൺ എന്താ പറയണ്ടത് വളരെ കൺഫ്യൂഷനിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എത്ര കമ്പനികൾ ഹോർമുസിനെ മാനേജ് ചെയ്തു, എത്ര കമ്പനികൾ മാർജിൻ പ്രശ്നം ഓവർകം ചെയ്തു, നമ്മൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ബിസിനസ് റിപ്പോർട്ട്സ് വന്നിരിക്കുന്ന പലതും സർപ്രൈസിങ് ആണ്, പലതും ബെറ്ററാണ്. എനിവേ, നമ്മൾ ബിസിനസ് റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തല്ല, നമ്മൾ റിയൽ റിസൾട്ടിനെ ബേസ് ചെയ്താണ് നമ്മളുടെ സീസൺ പോകുന്നത്. നമ്മൾ 2 ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ്ലി കുറേ കൂടെ പാരാമീറ്റേഴ്സ് വളരെ ടൈറ്റാക്കി അതിൻ്റെ പുറത്ത് നമ്പർ ഓഫ് സ്റ്റോക്സുകളുടെ എണ്ണം ഒന്ന് കുറച്ചു. രണ്ടാമത്തെ കാര്യം, നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണം കുറയുമ്പം നമ്പർ ഓഫ് വീഡിയോസിൻ്റെ എണ്ണം അല്പം കുറയും. അത് നിങ്ങൾക്ക് കുറേ സപ്പോർട്ടീവ് ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കാര്യം എല്ലാ വീഡിയോയും പ്രിലിമിനറി അനാലിസിസിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. അത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും മാത്രമേ ഉള്ളൂ, ലാർജ് ക്യാപ്സ് ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രിലിമിനറി അനാലിസിസിനെ പ്രതി ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി അനാലിസിസ് ചെയ്താൽ കുറേ കൂടെ കാര്യങ്ങളെക്കുറിച്ച് ഇൻസൈറ്റ്സ് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ സെയിം ഡേ തന്നെ ഒരു വീഡിയോ ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും കമ്പനിയുടെ ഒരു PPT വരുന്നത്, അല്ല മാനേജ്മെൻറ്റ് പ്രസൻറ്റേഷൻ വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറേ കൂടെ ബെറ്റർ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ആ ഒരു പോയിന്റിലാണ് എൻ്റെ സംസാരം കംപ്ലീറ്റ്. എടുത്തു പറയുന്നു, ഒരു വീഡിയോയും റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഒരു ലേണിംഗ് പർപ്പസ് അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ബേസിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെക്നിക്കൽ സൈഡ് നമ്മൾ സംസാരിക്കുന്നില്ല. റിസൾട്ട്സിനെ കുറിച്ച് നിങ്ങളെ ബോധവാനാക്കുന്ന ഉള്ളതാണ് ആ വീഡിയോയുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള പർപ്പസ്. പുതിയ റിസൾട്ട് സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ വീഡിയോ സാധാരണ ഞാൻ പബ്ലിക് ചാനലിലാണ് കൊടുക്കുന്നത്. നാളെ മുതലുള്ള കണ്ടിന്യൂഷൻ വീഡിയോ എല്ലാം സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം പറയുന്നു. നമ്മുടെ ഇക്വിറ്റിഫിസിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. താങ്കൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ട് വരുന്ന അന്ന് തന്നെ കഴിവതും വീഡിയോസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ്ലി ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകളുടെ വീഡിയോസാണ്. താങ്കൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിഫിസിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അത് ജോയിൻ ചെയ്താൽ താങ്കൾ ജോയിൻ ചെയ്യാം. സോ ഈ വീഡിയോകളൊക്കെ താങ്കൾക്ക് ബെസ്റ്റായിട്ടുള്ള ബെറ്റർ അനാലിസിസ്, ഈ വീഡിയോ ഒരു പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. താങ്കൾക്കൊരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ പുറത്ത്, ആ സ്റ്റോക്കിൻ്റെ പുറത്ത് താങ്കൾക്ക് ഒരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ തീർച്ചയായും. ഫസ്റ്റ് കമ്പനി ബാങ്ക് മഹാരാഷ്ട്രയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ് തന്നിരിക്കുന്നത്. മാർക്കറ്റ് 64,801 കോടി, സ്റ്റോക്ക് ഈസ് 8.6, ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 7.61. പിഗ്രോഷി ഈസ് വെരി ഗുഡ് ആക്ച്വലി 0.22. കടം കൂടി നിൽക്കും ബാങ്ക് അല്ലേ. സോ നമ്മൾ നോക്കാൻ നേരത്തെ ടോപ്പ് ലൈൻ 7054 നിന്നും ഇത്തവണ 8035 ആയി. 1000 കോടിയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഫിനാൻസ് പ്രോഫിറ്റ് 878 നിന്ന് 1248 കോടി. വെരി ഗുഡ് ആക്ച്വലി 30% മേളിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഫിനാൻസ് ആൻഡ് മാർജിൻ കഴിഞ്ഞ ജൂലൈ 12% ആയിരുന്നു, ഇത്തവണ 16% ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. അതും നിങ്ങൾ നോക്കണം, മാർച്ചുമായിട്ട് നോക്കുമ്പം വലിയ കുറവ് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ക്വാർട്ടർ എക്സലൻറ്റ് റിസൾട്ടാണ്. ദാറ്റ് മീൻസ് YOY എക്സലൻറ്റ് റിസൾട്ടാണ്. ക്വാർട്ടർ റിസൾട്ടിൽ വലിയ വ്യത്യാസങ്ങളില്ല, സ്ലൈറ്റ് ഡൗൺ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ P&L അക്കൗണ്ട് നോക്കാൻ നേരത്ത് ടോപ്പ് ലൈൻ വന്നിട്ട് കഴിഞ്ഞ മാർച്ചിൽ 2026 മാർച്ചിൽ 29,252 ആണെങ്കിൽ ട്രെയിലിൻ 12 മന്ത്സിൽ 30,262 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 755 8433 ആയിട്ട് മാറി. ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്, വേരിയബിൾ ഡൈല്യൂഷൻ ഇല്ല, റിസർവ് കൂടിയിട്ടുണ്ട്, ബോറോയിൻസ് കൂടി നിൽക്കും. കാര്യം ബാങ്ക് അല്ലേ, ബാങ്ക് പല രീതിയിൽ ഫിനാൻസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണല്ലോ, എപ്പോഴും ബോറോയിൻസ് കൂടി നിൽക്കും.
ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ടർ ഹോൾഡിംഗ് 73.60 തന്നെ, പബ്ലിക്കലി 6.32% ആവുള്ളൂ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പൊസിഷനാണുള്ളത്. നമുക്ക് മെയ് വരെയുള്ളതുകൊണ്ട് ജൂണിലെ മ്യൂച്വൽ ഫണ്ട് പൊസിഷൻ വിത്തിൻ അടുത്ത ഒരാഴ്ചയ്ക്ക് നമുക്ക് കിട്ടും. സോ എന്തുമാത്രം മ്യൂച്വൽ ഫണ്ട്സ് കയറ്റി നിങ്ങളൊന്ന് നോക്കി, ഏത് ലെവലിൽ നിന്ന് കയറ്റി. 68 ലക്ഷം സ്റ്റോക്കാണ് മെയ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് മേടിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 153 മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 68 പേര് മേടിച്ചു, 33 പേര് വിറ്റൊഴിഞ്ഞു. L&T ഫിനാൻസ് ആണ്. സോ മാർക്കറ്റ് 80,494 കോടി, സ്റ്റോക്ക് ഈസ് 25.1, ഇൻഡസ്ട്രി ഈസ് 22.6. പെഗ് റേഷ്യോ ഈസ് വെരി ഗുഡ് ആക്ച്വലി 0.10, പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.0. സി ദ ക്വാർട്ടർ റിസൾട്ട്. ടോപ്പ് ലൈൻ 4260 എന്ന് 5113 കോടി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലെ തന്നെ എക്സലൻറ്റ് ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മാർച്ചിൽ ടോപ്പ് ലൈൻ 4771 ആണ്, അവിടെ നിന്നാണ് 5213 ആയത്. ആൻഡ് YOY നോക്കാൻ നേരത്തും ക്വാർട്ടർ നോക്കാൻ നേരത്തും എക്സലൻറ്റ് ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ്. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് 984, 1134, 1269 കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാർജിൻ 23%, 25%, 25%. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കാൻ നേരത്ത് 943 കോടിയിൽ നിന്നും 1136 കോടി, കഴിഞ്ഞ ക്വാർട്ടറിൽ 1074 ഉണ്ടായിരുന്നുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് 701 കോടിയിൽ നിന്നും 809 കഴിഞ്ഞ ക്വാർട്ടറിൽ, ഇത്തവണ 916 കോടി. കമൻറ്റബിൾ പെർഫോമൻസ് ആണ്. PL അക്കൗണ്ട് നോക്കാൻ നേരത്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നോക്കാൻ നേരത്ത് 2983 എന്നുള്ളത് ട്രെയിലിംഗ് 12 മന്ത്സിൽ 3198 ആയി കഴിഞ്ഞു. സി ദ ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്. റിസർവ് കൂടിയിട്ടുണ്ട്. ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ സ്ലൈറ്റ് ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. റിസർവ് കൂടിയിട്ടുണ്ട്. ബോറോയിൻസ് ഫിനാൻസ് കമ്പനിയാണ് എപ്പോഴും കൂടി നിൽക്കും. ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ടർ ഹോൾഡിംഗ് 65.96 ആണ്. 65.99 ആയിരുന്നു. 0.03 കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഡൈല്യൂഷൻ, ഇവിടെ ഡൈല്യൂഷൻ കണ്ടത്. സോ അതാണ് 65.96 ആയത്. FIS കൂട്ടി, ഡേസ് സ്റ്റേബിളാണ്. പബ്ലിക്കിൽ 11.45, ഫ്ലോട്ട് കുറവുള്ള കമ്പനിയാണെന്നൊക്കെ പറയാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് പൊസിഷനാണ് L&T ഫിനാൻസിൻ്റെ 29 കോടിയിൽ നിന്നും 28 കോടി 70 ലക്ഷം, 6 ലക്ഷം താഴെ പോയി, സ്ലൈറ്റ് ആയിട്ട് താഴെ പോകുന്നുള്ളൂ. സോ 29 കോടി 30 കോടി കമ്പയർ ചെയ്യാൻ നേരത്ത് 6 ലക്ഷം എന്നൊന്നും ഒന്നുമില്ല, വളരെ മീഗറായിട്ടുള്ള ഫിഗറാണ്. 191 മ്യൂച്വൽ ഫണ്ട്സ് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 81 പേര് പുതുതായിട്ട് പിടിച്ചു, 50 പേര് വിറ്റഴിഞ്ഞു. ഇത് മെയിലെ റിപ്പോർട്ടാണ്. ജൂണിലെ റിപ്പോർട്ട് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. മേ ബി ബൈ നെക്സ്റ്റ് വീക്ക് നമുക്ക് ജൂണിലെ റിപ്പോർട്ട് കിട്ടും. അടുത്ത മെയ് ഇന്ത്യൻ ബാങ്ക് ആണ്. സോ റിസൾട്ട് വന്നപാടാണ് 9.78% കയറി റിസൾട്ട് വന്ന ദിവസം. ദാറ്റ് മീൻസ് ഫ്രൈഡേ. സ്റ്റോക്ക് ഈസ് 9.17, ഇൻഡസ്ട്രി പീസ് 7.61, പെഗ് റേഷ്യോ 0.33, വെരി ഗുഡ് പെഗ് റേഷ്യോ. ആൻഡ് നമ്മൾ ക്വാർട്ടർ റിസൾട്ട് നോക്കാൻ നേരത്ത് ടോപ്പ് ലൈൻ 16,255 എന്നും 18,095 ആയി. ദാറ്റ് മീൻ എക്സലൻറ്റ്, കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ടോപ്പ് ലൈനാണ്. ആൻഡ് ഫിനാൻസ് പ്രോഫിറ്റ് 1581 നിന്നും 1592 ആയിട്ട് ഫ്ലാറ്റ് ആണെന്ന് വേണം പറയാം. പക്ഷേ മാർച്ചുമായിട്ട് നോക്കുമ്പോൾ ഫാ ബെറ്ററാണ്. 1492 എന്ന കമ്പനിയുടെ ചരിത്രത്തിലെ ദി ബെസ്റ്റ് ഫിഗറാണ്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് കഴിഞ്ഞ ജൂണിൽ 2277 ആണ്, ഇത്തവണ 3357 ആയി. അതിൻ്റെ വലിയൊരു കാര്യം അതർ ഇൻകത്തിൽ വന്ന വ്യത്യാസമാണ്. കാര്യം 1854 നിന്നും അതർ ഇൻകം 2902 ആയിട്ട് കുതിച്ചു കയറി. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് കഴിഞ്ഞ ജൂണിൽ 2277, ഇത്തവണ 3357 ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട്. ആൻഡ് GNPA നോക്കൂ, 3.01 നിന്നും GNPA 1.86 ആയിട്ട് കുറഞ്ഞു. കമൻഡബിൾ പെർഫോമൻസ് ആണ്. ഗ്രോത്ത് NPA നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ കുറവ് സംഭവിച്ചാൽ അസറ്റ് ക്വാളിറ്റി റേഷ്യോ ബെറ്റർ ആവുന്നതെന്ന് കാണിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് അത് വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. സോ കഴിഞ്ഞ ജൂണിൽ 3.01 ആയി, കഴിഞ്ഞ മാർച്ചിൽ 1.98 ആയി, ഇത്തവണ 1.86 ആയി. സോ ബ്യൂട്ടിഫുൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആൻഡ് നെറ്റ് NPA എന്ന് പറയുന്നത് നമ്മൾ നോക്കിയോ, കഴിഞ്ഞ ജൂണിൽ 0.18 ആയിരുന്നു, ഇത്തവണ 0.15 ആയി. കഴിഞ്ഞ മാർച്ചിൽ ഇത്തവണ സെയിം 0.15 ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തു. ഇയാളൊക്കെ നോക്കാൻ നേരത്ത് സോ ടോപ്പ് ലൈൻ വന്നിട്ട് 69,314 കോടി, നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് 12,787 കോടി ട്രെയിലിംഗ് 12 മന്ത്സിൽ. ആൻഡ് സീ ദ ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്. സോ ഇക്വിറ്റി ക്യാപിറ്റൽ ഡൈല്യൂഷൻ വന്നിട്ടില്ല. റിസർവ് കൂടി, കണ്ടമാനം കൂടിയിട്ടുണ്ട്. ആൻഡ് ഡിപ്പോസിറ്റ്സും കൂടിയിട്ടുണ്ട്. 737 നിന്നും 827 ആയിട്ട് കുതിച്ചുയർന്നു. ബോറോയിൻസ് കൂടി, 41 നിന്ന് 46 ആയിട്ട് കൂടി. ആൻഡ് ഇൻവെസ്റ്റർ പ്രൗഡ് ഹോൾഡിംഗ് സ്റ്റേബിളാണ്, 73.84 ആണ്. പബ്ലിക് ഡെയിൽ 2.98, ഫ്ലോട്ട് കുറവുള്ള കമ്പനിയാണെന്ന് പറയാൻ സാധിക്കും. ഈ പറഞ്ഞ കമ്പനികളെക്കുറിച്ചുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്സ് ആണ്. സോ L&T ഫിനാൻസ് എക്സലൻറ്റ് കോട്ടൻ YOYPക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് in GNPA and NNPA. GNPA 3.31 നിന്ന് 2.86 ആയിട്ട് കുറഞ്ഞു. NNPA 0.9 നിന്ന് 0.9 ആയിട്ട് കുറഞ്ഞു. റിട്ടേൺ ഓൺ അസറ്റ് കൂടിയിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഫെൽ ഷാർപ്ലി ഫ്രം 19.24% to 17.07% സീക്വൻഷ്യലി. ഫിനാൻസിങ് കോസ്റ്റ് കൂടിയിട്ടുണ്ട്, 13% കൂടിയിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫണ്ടിങ് കോസ്റ്റ് പ്രഷർ ആ കമ്പനി ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രൊവിഷൻസും കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് എക്സലൻറ്റ് GNPA ആൻഡ് എക്സലൻറ്റ് NNPA അസറ്റ് ക്വാളിറ്റി റേഷ്യോ ഇംപ്രൂവ്സ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എക്സലൻറ്റ് റിസൾട്ടാണ്. POPP
3117 versus 2570. ആൻഡ് അസറ്റ് ക്വാളിറ്റി ബെസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. GNP ആൻഡ് NPA അസറ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ബാങ്ക് തന്നിരിക്കുന്നത്.